ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി കേട്ടപ്പോൾ ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇല്ല, നിങ്ങൾ സൂം ചെയ്ത് നോക്കാം. ഇല്ല, ക്ലിയർ മനസ്സിലായില്ല, ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് നോക്കിയാൽ ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ല ഫ്രണ്ട്സ്. ഓക്കെ, നമുക്ക് സ്റ്റോറിക്ക് പോവാം. നമ്മൾ ഹീറോമാർ, അതെ, ഫസ്റ്റ് നമുക്ക് ഹീറോമാർ എൻട്രി പോവാം. ഹീറോയിനെ പിന്നെ നോക്കാം. രണ്ടുപേർക്ക് ചെറിയ പ്രായത്തിൽ തല്ല്. രണ്ട് ഹീറോമാർ മാഫിയേഴ്സാണ്, അണ്ടർഗ്രൗണ്ട് മാഫിയ. എല്ലാവർക്കും അതേ സിഒമാർ. അതെ, അവർ ചെറിയ പ്രായത്തിൽ അവർക്ക് തല്ല്. രണ്ടുപേർക്ക് ഇഷ്ടമില്ല. രണ്ടുപേർക്ക് കുട്ടിപ്രായത്തിൽ തല്ല്. അതെ, ഒരു ചോക്ലേറ്റ് വേണ്ടി രണ്ടുപേരും ചെറിയ ഫ്രണ്ട്സ് ആയിരുന്നു. ഒരു ചോക്ലേറ്റിന് വേണ്ടി തല്ലാക്കിയായിട്ട് അവർ രണ്ടുപേരും ഇപ്പോൾ പിണക്കമാണ്. അവർ രണ്ടുപേർ തല്ല് ബില്ലാണ്. എന്തായാലും അവർക്ക് രണ്ടുപേർക്ക് പിടിക്കും. സീക്രട്ട് അവർക്ക് രണ്ടുപേരെ പിടിക്കും. അത് മാത്രമല്ല, അവർ ഇങ്ങനെ ഒരു പിണക്കമുണ്ട്. അതേമാതിരി ആരും ടോർച്ചർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യും. പിന്നെ പിണങ്ങാതെ മുണ്ടെന്ന് മതി അവർ പോവും. അതെ, നമുക്ക് ഒരാൾക്ക് ഫോൺ വന്നു. ഹലോ ബോസ്. ഹലോ, എന്താ ബോസ്? അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞു ബോസ് ഇങ്ങനെ പറയായിരുന്നു. ശരിടാ, കണ്ടുപിടിച്ച് കഴിഞ്ഞോ ബോസ്? അവർ ഇന്ത്യയിലുണ്ട്. അവൻ ശരി ബോസ്, അവനിക്ക് ഇന്ത്യയിൽ മാരേജ് ബോസ്, അതുകൊണ്ട് ഇന്ത്യയിൽ വന്നായിരുന്നു. മാരേജ് ഫങ്ഷന്. എന്ത്, ഇന്ത്യയിൽ മാരേജാ? അതെ ബോസ്, അവനിക്ക് ഇന്ത്യയിൽ മാരേജാണ് ബോസ് എന്നെ പറയായിരുന്നു. ഓക്കെ എന്ന് പറയായിരുന്നു. പിന്നെ ഒരോട് പറയണം ബോസ് എന്ന് പറയായിരുന്നു. ശരി, ഓക്കെ. രണ്ടുപേർ ബ്ലാക്ക് സൂട്ടിൽ വന്നായിരുന്നു. അങ്ങനെയായിട്ട് ഇന്ത്യയിലെ മാരേജ്. അങ്ങനെയായിട്ട് വില്ലൻ പറഞ്ഞ അവർക്ക് അവനെ പിടിക്കാൻ. അവൻ്റെ പേര് മൈക്കിളാണ്. മൈക്കിൾ ഇന്ത്യയിൽ വന്നായിരുന്നു. മോം എന്താടാ മൈക്കിൾ? മമ്മി, ഞാനൊരു കാര്യം ചെയ്തു മോം എന്ന് പറയായിരുന്നു. എന്താ മൈക്കിൾ ചെയ്തു? മമ്മി, ഞാൻ അവിടുന്ന് തപ്പിച്ച് വന്നത്. നീ ബിസിനസ് വേണ്ടിയിട്ടല്ലേ കൊറിയൊക്കെ പോയാൽ? അതേ മോം, ഞാൻ അവർ ഇങ്ങനെയായിട്ട് മാഫിയ ഗ്രൂപ്പിൽ രണ്ടുപേരെ പ്ലേസിൽ പോയിട്ട് ഞാൻ ഒരു ഡോക്യുമെൻ്റ് കട്ട് എനിക്കറിയാം. ഇത് കോപ്പീൻ്റെ അടുത്ത് ഞാൻ വന്നു. ഞാൻ വിത്തു മോം, എനിക്ക് നിറയെ പണം കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് എങ്ങനെ എസ്കേപ്പായി മോം എന്ന് പറയണം. നമ്മൾ ഹീറോയ്ക്ക് ഭയങ്കര സാഡായിട്ടുണ്ടായിരുന്നു. മൈക്കിൾക്ക് മാരേജ്. അതെ, മൈക്കിൾക്ക് മാരേജാണ്. അങ്ങനെ മൈക്കിളിൻ്റെ മാരേജിക്ക് ഹീറോയി പറഞ്ഞ അതെ, ഇങ്ങനെ ഫുഡ് അത് ഇതെല്ലാം ഒരു ജോലിയാണ് ചെയ്യുന്നത്. അതെ, ഹീറോയിൻ്റെ ഹോട്ടലിലെ ഫുഡ് സ്ഥലം കൊടുക്കുക. മൈക്കിളുടെ മാരേജൊക്കെ വരുന്നത് ഇങ്ങനെ മാരേജ് ഡെക്കറേഴ്സ് അതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഹീറോയിൻ കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. ഹീറോയിൻ ആ കമ്പനിയാണ് ജോലി ചെയ്തത്. നമ്മുടെ ഹീറോയിൻ്റെ പേര് പ്രിയ. പ്രിയ പറയുന്നു, ബിന്ദു എവിടേക്കടി പോകുന്നേ? എവിടേക്കടി പോകുന്നേ എന്ന് പറയാം. എന്ത് പറയായിരുന്നു? വിന്ദു വിളിക്കാതടി, ഹിന്ദു വിളിക്കാണ്ടടി എന്ന് പറയുന്നു. ഹീറോ ചിരിച്ചിട്ട് പറയുന്നു, നീ അല്ല പറഞ്ഞ അതിലുള്ള ഹിന്ദു ഞാൻ എന്ത്? എന്തിനാണ് വര നേഴ്സ് പറയുന്നു? എന്നെ നേരം വിളിക്ക്. എന്നെ നമ്മൾ അനു പറയുന്നത്. ഹീറോയിൻ്റെ പേര് ഫ്രണ്ടിൻ്റെ പേര് അനുവാണ്. അനു പറയുന്നത് എന്നെ ഇങ്ങനെ വിളിക്കാം. പിന്നെ എന്നടി ഞാൻ വല്ല ആളൊക്കെ മൂടി എന്നല്ലേ നീ പറയുന്നത്? കോമഡി കേൾക്കാൻ എന്നെ അതിലൊരു ചെക്കറുണ്ട് നമ്മൾ അനുവിൻ്റെ പുറകെ നടക്കുക. അനു നിറയെ പേര് പറഞ്ഞ് അവനിട്ട് പറ്റിക്കായിരുന്നു. അവൻ ഹിന്ദു പറയായിരുന്നു. നിന്നെ ഹിന്ദു എന്ന് വിളിക്കുക. അയ്യോ എന്താടാ വേണം? ഹിന്ദു ലവ് യു എന്നൊരു ചെക്കൻ പറയുന്നത്. ഹിന്ദു അനുക്ക് ടെൻഷനായിരുന്നു. പോടാ തെണ്ടി എന്ന് പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. ഹീറോ ചിച്ചിട്ട് പറയായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട് അനുക്ക് ടെൻഷനായിരുന്നു. വായ്മുടി പ്രിയ അങ്ങനെ ഒന്നും പറയണ്ട. അങ്ങനെ രണ്ടുപേരും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് വില്ലന് അതെ മൈക്കിൾക്ക് മാരേജ്. മൈക്കിളുടെ വൈഫിൻ്റെ പേരാണ് ദിയ. പാർട്ട്ണർ. അങ്ങനെ മാരേജ് നടക്കുമ്പോൾ ഗൺ ഷൂട്ട്. മൈക്കിൾ തിരിഞ്ഞു നോക്കും. വിച്ചടാണ് മാരേജ്. ഗൺ ഷൂട്ട് സൗണ്ട് കേൾക്കായിരുന്നു. കാർ വന്നായിരുന്നു, ബ്ലാക്ക് കാർ. അതിൽ ഫസ്റ്റ് നമ്മളെ ഇറങ്ങി സ്റ്റൈലായിട്ട് വന്നായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് ഫ്ലാറ്റായിരുന്നു. മച്ച് എങ്ങനെ ആയിട്ടുണ്ടടി, ഹാൻസം ആയിട്ടുണ്ടല്ലേ ഹീറോയിൻ്റെ ഫ്രണ്ട് അനു പറയായിരുന്നു. പൂജ വന്നായിരുന്നു. എന്താണ് ഇങ്ങനെ പറയുന്നു? ചങ്കൊക്കെ ഇറങ്ങിയ പൂജ. വാവ്, വാട്ട് ഹാൻസം എന്ന് പറഞ്ഞ് രണ്ടുപേർ ജൊള്ളു വിടായിരുന്നു. ഹീറോയ്ക്ക് അവർ മേലെ എങ്ങനെ ഒന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഹീറോ ഇന്നസെൻ്റാണ്. ഇവർ ഇങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് എന്തൊക്കെയാണോ ഇടി പൂജ പറഞ്ഞു. റാബിറ്റ് മാതിരി ഉണ്ടടി, ക്യൂട്ടായിട്ടുണ്ടടി എന്നെ രണ്ട് ഗേൾസ് ഇങ്ങനെ പറയായിരുന്നു. പിന്നെ ഹീറോ മറിച്ചിട്ട് പറയായിരുന്നു, നിങ്ങളെ രണ്ടുപേരും വൈഫ് ഫിയാൻസിക്ക് അറിഞ്ഞ് എന്ത് സംഭവിക്കൂ എന്നെ ഹീറോ മറട്ടിയായിരുന്നു. അങ്ങനെ അയ്യോയ്യോ ഞങ്ങൾക്ക് ഫിയാൻസി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവർ വായ് മൂടിയിട്ട് മച്ച് എങ്ങനെയുണ്ട് നോക്ക് എന്ന് പറഞ്ഞു. രണ്ടുപേർ അവനെ പിടിച്ച് തല്ലും തുടങ്ങി. തള്ളു. അപ്പം മൈക്കിൾ ചെങ്കൊക്കെക്കായിരുന്നു. എവിടെ ഉണ്ട് വിയും കേൾക്കായിരുന്നു. രണ്ടുപേരും ഒക്കെ തല്ലാക്കുമായിരുന്നു. മൈക്കിൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോറി സാർ അത് എന്ന് പറഞ്ഞു മൈക്കിൾ. അങ്ങനെ ബോഡി ഗാർഡ് വന്ന് കുത്താണ്. അപ്പം വി പറഞ്ഞായിരുന്നു. അങ്ങനെ ജങ്കു കോൾ വന്നായിരുന്നു. ജങ്കു ഹലോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞായിരുന്നു. അങ്ങനെ വി അവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ കൊണ്ടുപോകാൻ പറഞ്ഞായിരുന്നു. വീണ്ടും ആൾക്കാരുണ്ട്. ജങ്കു കേൾക്കണം എവിടെ ഉണ്ടുടാ എന്ന് പറഞ്ഞ് ഇതാക്കായിരുന്നു. അപ്പോൾ ഹീറോയി അവിടെ എഴുതിയിട്ട് പറയായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട് വിളിക്കായിരുന്നു.
പേര് കേട്ടിട്ട് യഥാർത്ഥ പേര് കേട്ടിട്ട് ഇവർക്ക് ഹീറോയിനെ ഇങ്ങനെ ഇടിച്ചായിരുന്നു. സോറി സാർ എന്ന് പറയാൻ ഹീറോ ഇങ്ങനെ രണ്ടുപേർ ഹീറോയിനെ നോക്കായിരുന്നു. ഒറ്റ നോട്ടത്തിൽ ഹീറോയിനെ കണ്ട് രണ്ടുപേർക്ക് പിടിച്ചായിരുന്നു. അപ്പോൾ ജൊല്ലുകുട്ടി ഹീറോയിനെ നോക്കായിരുന്നു. രണ്ട് ഫ്രണ്ട്സ് ജങ്കുക്ക് അതേപോലെ ജൊല്ലുകുട്ടി ഹീറോയിനെ നോക്കായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട്സ് മനസ്സിലായി, അയ്യോ ഇവിടെ ശരിയല്ല, രണ്ടുപേർ കണ്ണിവളും വേള ശരിയല്ല. അങ്ങനെ പറഞ്ഞ് ഹീറോയുടെ ഫ്രണ്ട്സ് ഹീറോയിനെ എടുത്തുകൊണ്ട് പോയായിരുന്നു. ഹീറോ കേൾക്കായിരുന്നു, എന്തടി പറ്റി, ഒന്നിലടി വാ എന്ന് പറഞ്ഞ് ഹീറോയിൻ വിളിച്ചോണ്ട് പോയി. ശരി ഓക്കെ വരുന്ന ഹീറോ ഇപ്പോൾ വീട്ടിൽ വന്ന ഹീറോയിൻ അമ്മ പറയായിരുന്നു, പറഞ്ഞിക്ക് പ്രിയ എന്തമ്മ, ഇല്ലടി മാരേജ് ഡി എന്ന് പറയുന്നത്. ഹീറോ കേൾക്കണം എന്താ അമ്മ പറയുന്നത്. ഇല്ല പ്രിയ, നിനക്ക് മാരേജ് ചെയ്യേക്കാൻ പ്ലാനിട്ട്, നിനക്ക് നാളെ മാരേജ്. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അമ്മ ഇനി അമ്മ ഞാൻ പറഞ്ഞത്, ഇല്ല മോളെ, അർജുനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു, അതുകൊണ്ട് നാളെ മാരേജ്. നിനക്ക് ഓക്കെ അല്ലേ അമ്മ, നിങ്ങൾക്ക് ഓക്കെയാണ് എനിക്ക് ഓക്കെ. ഹീറോയ്ക്ക് ഒരു സാഡായിരുന്നു. ഇവനും മാരേജ് കഴിക്കണോ എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ വീട് ചേഞ്ച് ആയിരുന്നു. ശരി വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ ഉറങ്ങായിരുന്നു. മൈലഞ്ചിയുടെ വെച്ച് രാവിലെ പറഞ്ഞ ഹീറോയിൻ മാരേജ് അങ്ങനെ ഫങ്ഷന് ഹീറോയിൻ നല്ല നടന്നുകൊണ്ട് വരായിരുന്നു. ആ അങ്ങനെ ഹീറോയിനെ അങ്ങനെ അവർ കണ്ടുപിടിച്ചായിരുന്നു. ഹീറോയിൻ നൈറ്റായി ഹീറോയിനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാരേജ് ഇങ്ങനെ റെഡി ആകുന്നത് ഇങ്ങനായിട്ട് അവർക്ക് സെക്യൂരിറ്റി എന്താണ് നടക്കുന്നത്. അതിലൊരു ബോയ് ബേബിനോട് കേൾക്കുമ്പോൾ ഒരു ഗേൾ ബോയ് ബേബി അതിലവർ ഇംഗ്ലീഷിൽ കേൾക്കുമ്പോൾ ഇംഗ്ലീഷിലാണ് ഇത് മാരേജ് ആണെന്ന് പറയുന്നു. ഫോട്ടോ കാട്ടിയായിരുന്നു. ഹീറോയിൻ ഫോട്ടോ ഇട്ടുണ്ടായിരുന്നു. മാരേജ് സെക്കൻഡ് ഫോട്ടോ പെണ്ണിൻ്റെ ഫോട്ടോ. അവർക്ക് രണ്ടുപേർക്ക് തലയിൽ തീ പറയാനൊക്കെയായിരുന്നു. രണ്ടുപേർക്ക് ഹീറോയിനക്ക് മാരേജ് ആയിരുന്നു. ടെൻഷനായിരുന്നു. അങ്ങനെ ഹീറോയിൻ മണ്ഡപത്തിൽ വന്ന് ഇരിക്കുകയായിരുന്നു. ചെക്കനെ രണ്ടുപേർ വന്ന് എടുത്തായിരുന്നു. ബോഡി ഗാർഡ് ഇങ്ങനെ അവനെടുത്ത് അവിടുന്ന് അവർ രണ്ടുപേരും വഴക്കുണ്ടാക്കായിരുന്നു. ഞാൻ ഇവളെ മാരേജ് ആയിക്കുമെന്ന് രണ്ടുപേരും തല്ലൊക്കെ തുടങ്ങിയായിരുന്നു. രണ്ടുപേർ തല്ലാക്കായിരുന്നു. രണ്ടുപേർ താലിന് പിടിച്ച് അങ്ങനെ ഹീറോയിനകത്ത് കേട്ട് തല്ലുണ്ടാക്കായിരുന്നു. അങ്ങനെ അവിടുത്തെ ഗുരുജി പറയുന്നു, എന്താടാ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ രണ്ട് താലി ഗുരുജി, അയ്യോ ശരിപ്പാ, എസ്തർ താലി ഒന്നും കൊണ്ടുവന്നിട്ടുണ്ട്. ഗുരുജി തലക്കൈ വെച്ച് ശരിപ്പാ. എന്നിട്ട് രണ്ടുപേർക്ക് ഈ താലി ഒന്നും വേണ്ട, വേറെ തല്ലി കെട്ടണോ എന്ന് രണ്ടുപേരും പോയിക്കൊണ്ട്